1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ആദിത്യ ഗുരുയോഗം നടത്തുന്നതിനാൽ അത് ആ യോഗം മൂലം അറിവ് സമ്പാദിക്കാനുള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും ലഭിക്കുന്നു. അതുപോലെ തന്നെ നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആ രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നതാണ്. ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിക്കാനായിട്ട് സാധിക്കുന്നതിനാല് നമ്മുടെ ആഗ്രഹത്തെ ബുദ്ധിയുമായിട്ട് ലയിപ്പിച്ച് എങ്ങനെ കാര്യങ്ങൾ നടത്താമെന്ന് ബുദ്ധിപൂർവ്വം ആലോചിക്കാൻ സാധിക്കുന്നു. ചില വ്യക്തികളെ മാന്യന്മാരായ നേതാക്കളായി വളർത്തിയെടുക്കുന്നതിനും ഈ യോഗം നല്ലതാണ്. മികച്ച ധാർമ്മിക ബോധം ഉണ്ടാകുന്നു. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ആശയക്കുഴപ്പം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ദൈവികതയിലും മതഗ്രന്ഥങ്ങളിലുമാണ് ആശയക്കുഴപ്പം വരാൻ സാധ്യത. ദൈവമുണ്ടോ എന്നതും മതഗ്രന്ഥങ്ങൾ ശരിയാണോ എന്നതും ഒരു ആശയക്കുഴപ്പം ജനിപ്പിക്കുന്നു. ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കേതു ശുക്ര യോഗത്തിനാൽ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വരുന്നു. ഏത് ബന്ധത്തിലായിരുന്നാലും ആ ബന്ധങ്ങളിൽ ഉലച്ചിൽ വരുന്നതിന് സാധ്യതയുണ്ടായത് പരസ്പരം ഒരു വിശ്വാസമില്ലായ്മ വന്നേക്കാം. യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ യുക്തിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ചിലർ കാത്തിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വ്യക്തിപരമായ ബന്ധങ്ങളിൽ പോലും വിള്ളലുകൾ ഉണ്ടാകുന്നു. ആത്മീയതയിൽ നിന്നും ഭക്തജനങ്ങൾ അകന്നു മാറുന്നു. ആഡംബരത്തിന് വേണ്ടി ദേവാലയങ്ങൾ കൊള്ളയടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യപ്പെടാം. പുണ്യപ്പെട്ട മതഗ്രന്ഥങ്ങൾ ചില കപട ആചാര്യന്മാർ മോശമായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനാല് ഭക്തജനങ്ങൾക്ക് വളരെയധികം ആശയക്കുഴപ്പം ഈ സമയം ജനിപ്പിക്കുന്നു. ഏതായാലും ഭക്തജനങ്ങൾക്ക് ഈ കർക്കിടക മാസം അത്ര ഒരു സുഖം തരുന്നില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആയുസ്സിനുള്ള ഭീഷണി ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു. അതായത് ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ അപകടത്തിൽ നിന്നോ മറ്റു ഭീഷണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറി ആശ്വാസം ലഭിക്കുന്നു. കാര്യസാധ്യത്തിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു. മുമ്പൊക്കെ കാര്യങ്ങൾക്ക് സാധിക്കാൻ വേണ്ടി പല ഓഫീസുകളിൽ കയറി ഇറങ്ങണം, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് മാറി വേഗം നടന്നു കിട്ടുന്നു. കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒരു പരിധിവരെ ഉണ്ടാകുന്നില്ല. ബന്ധുക്കളോടുള്ള നിങ്ങളുടെ വിരോധം മാറിക്കിട്ടുന്നു. ദൈവികമായ വിശ്വാസത്തിനും ഭക്തിക്കും ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നത് മാറുന്നു. ആരെങ്കിലും റിമാൻഡിൽ ഉണ്ടെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്ക് അവാർഡുകൾ ലഭിക്കുന്നതിനുള്ള ഒരു യോഗമുണ്ട്. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യങ്ങളും നിലനിൽക്കാം. അതുപോലെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി, അതായത് ഇപ്പൊ ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ഡീപ്രൊമോഷൻ വരുമോ, അതായത് ഡിമോഷൻ വരുമോ എന്നുള്ള, തരം താഴ്ചൽ വരുമോ എന്നുള്ള ഒരു ഭയം അവരുടെ മനസ്സിൽ നിന്ന് മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ പൊതുജന പ്രവർത്തകർക്കും തരം താഴ്ത്തുമോ എന്നുള്ളൊരു ഭയം മാറിക്കിട്ടുന്നു. ആലോചനാശേഷി വീണ്ടും കിട്ടുന്നു. കുടുംബത്തിലെ സന്തോഷവും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മാനഹാനി മൂലമോ അല്ലാതെയോ ഏതെങ്കിലും തരത്തിൽ ഒരു പേരുദോഷം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷി നടത്തുന്നവർക്ക് അത്ര നല്ലൊരു കാലമല്ല. കൃഷി വിഭവനാശം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. വിളകൾക്ക് നാശം ഉണ്ടായേക്കാം. പൊതുജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് മതിപ്പില്ലാതെ വരുന്നതിന് ഒരു സാധ്യത വന്നേക്കാം. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യത്തിൽ പ്രതിസന്ധി വരുന്നതിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ വരാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇനി ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള ആയില്യ നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്ന ഒരു സമയമാണ്. കലയിലും സാഹിത്യത്തിലും താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശത്രുശല്യത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നു. പല വിലപ്പെട്ട സമ്മാനങ്ങളും ലഭിച്ചേക്കാം. എന്നാൽ പല വിഷവസ്തുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അത് വിഷജന്തുക്കളിൽ നിന്നും ഉണ്ടായേക്കാം. വിദ്യാഭ്യാസം കുഴപ്പമില്ലാതെ നടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആയില്യ നക്ഷത്രക്കാർക്ക് ശത്രുക്കളിൽ നിന്ന് ചില ദോഷങ്ങൾ ഉണ്ടാകാം. പല പ്രകാരത്തിലും ചൂഷണം ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. എങ്കിലും വിദ്യാഭ്യാസം നല്ലപടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചതി വഞ്ചന മുതലായവ നടക്കാൻ ഒരു സാധ്യതയുണ്ട്. സംഭവിക്കാൻ പാടില്ലാത്ത പലതും കുടുംബത്തിൽ നടക്കാം. സ്വന്തം ഭവനം വിട്ട് അന്യദേശത്തേക്ക് വസിക്കുന്നതിനൊരു യോഗമുണ്ട്. ധനലാഭം ഉണ്ടാകാം. വാഹനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് അപകട സാധ്യത കുറയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ സമയം അന്യർക്ക് ദുഃഖമുണ്ടാകാം നിങ്ങളെ കൊണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക.
16 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആയില്യ നക്ഷത്രക്കാർക്ക് മിക്കവാറും കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു കിട്ടുന്ന ഒരു കാലമാണ്. മികച്ച വിദ്യാഭ്യാസം നേടുവാനായിട്ട് സാധിക്കുന്നു. പ്രതീക്ഷിച്ചതിലും മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. ചിലർക്ക് വളരെ ഉയർന്ന പദവിയിലുള്ള തൊഴിൽ ലഭിച്ചേക്കാം. സാമ്പത്തിക നേട്ടങ്ങളും സമ്പാദ്യങ്ങളും ഉണ്ടാകാം. വിവാഹം, സന്താന ഭാഗ്യം എല്ലാത്തിനും യോഗം കാണുന്നുണ്ട്. തൊഴിൽ സമ്പന്നമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ചിലർക്ക് നവരത്നങ്ങൾ, സ്വർണം, വെള്ളി മുതലായവയും വളരെ വിലപിടിച്ച പുരാവസ്തുക്കൾ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. മതപരമായ ചില പൂജകൾ നടത്തുന്നതായും കാണുന്നു. പുതിയ ചില ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് വിവാഹം വഴി ലഭിക്കുന്ന ബന്ധങ്ങളാണ്, മിത്രങ്ങളും ബന്ധുക്കളുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ധനം സമ്പാദിച്ച് നല്ല രീതിയിൽ നല്ല സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കാനും സാധിക്കുന്നു. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ സർക്കാർ മുതലായ അധികാര സ്ഥാപനങ്ങളിൽ നിന്ന് ചില അനിഷ്ടങ്ങൾ വന്നേക്കാം. ചില സമൻസ് പോലുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഉറ്റ ബന്ധുക്കളും മിത്രങ്ങളുമായി പിണങ്ങാനും അവരുമായിട്ട് വിരോധം ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ആയതിനാൽ ആരെയും വെറുപ്പിക്കാതിരിക്കുക നല്ലതായിരിക്കും. ദമ്പതിമാർ തമ്മിൽ വഴക്കുണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. എന്നാൽ ദേഷ്യം, തർക്കം ഇവ നിയന്ത്രിക്കുക. പനി, ജ്വരം മുതലായവ വരാൻ സാധ്യത കാണുന്നുണ്ട്. എടുത്ത തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്ന് പശ്ചാത്തപിക്കേണ്ടി വരുന്ന ഒരു സമയവും കൂടിയാണ്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ള ആയില്യ നക്ഷത്രക്കാർക്ക് ഒരുവിധം കാര്യങ്ങൾ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. പിണങ്ങി കഴിയുന്ന ബന്ധുക്കള്, വളരെ പിണങ്ങിയും അകന്നും കഴിയുന്ന ബന്ധുക്കള് നിങ്ങളുമായിട്ട് യോജിപ്പിലെത്താൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളെയും അസൂയാലുക്കളെയും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നല്ലതായിരിക്കും. വീടും വാഹനങ്ങളും സ്വന്തമാക്കാനും ഈ സമയം നിങ്ങൾക്ക് യോഗമുണ്ട്. നല്ല രീതിയിൽ ധനസമ്പാദനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. കാർഷിക മേഖലയിൽ നിന്നും ഏറെ ധനം ലഭിക്കാം. ചെറിയ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. വലിയ ദോഷങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ വരുന്നതായിട്ട് കാണുന്നില്ല. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് കേസുകൾ ഉണ്ടെങ്കിൽ വിജയം ലഭിക്കാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒത്തുതീർപ്പ് വഴി അതിന് ഗുണം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകാം. ചതിവിലും വഞ്ചനയിലും അകപ്പെടാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ കാലഘട്ടത്ത് ചില രോഗങ്ങൾ വരാം. തീപിടുത്തം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിഥികൾ വീട്ടിൽ വരികയും ചില തീരുമാനങ്ങൾ, അതായത് മംഗളകരമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും നിങ്ങൾക്ക് കഴിയുന്നതാണ്. പിതാവ്, മാതാവ് ഇവർക്ക് വിരഹം വരാനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ഒരുവിധം കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്ന കാലമാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും ചില നഷ്ടങ്ങൾ വന്നേക്കാം. മോഷ്ടാക്കളിൽ നിന്ന് ഭയം വരാം. അന്യദേശത്തേക്ക് പോകാനും സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില നേട്ടങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കാം. കൃഷി ഭൂമി വാങ്ങുന്നതിനും അതുവഴി നേട്ടമുണ്ടാകുന്നതിനും സാധിക്കുന്നു. വേണ്ടപ്പെട്ടവരുമായി പിണങ്ങേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.